ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ ഭയമാണെന്ന് ഒഡീഷയിലെ ബാലസോറിൽ ആക്രമണത്തിനിരയായ മലയാളി വൈദികൻ ഫാദർ ലിജോ നിരപ്പേൽ. ഒരു വൈദികനെ കണ്ടാൽ മതപരിവർത്തനം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കേരളം പോലെയല്ല, തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്നും ഫാദർ ലിജോ നിരപ്പേൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ബജ്രംഗ് ദളിന്റെ ആക്രമണത്തിൽ ഭയപ്പാടോടെ കഴിയുകയാണ് ഫാദർ ലിജോ നിരപ്പേൽ. ബുധനാഴ്ച രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ ഇതുവരെയും പരാതി നൽകിയിട്ടില്ല. കേരളം പോലെയല്ലല്ലോ, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് ഫാദർ ലിജോ നിരപ്പേൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. പരാതിയൊന്നും കൊടുത്തിട്ടുണ്ടോ ഫാദർ? പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളിപ്പോ അതിന്റെ വിശദമായിട്ടൊന്ന് എഴുതി ഒരു ഇൻഫർമേഷൻ രീതിയിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെയാണേലും അങ്ങനെ ആൾക്കാർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ എല്ലാവരും ഇവിടുത്തെ ആൾക്കാരൊക്കെ അറിയാമല്ലോ. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമെന്ന് പേടിക്കൊണ്ടാണല്ലോ, അങ്ങനെ ഒരു ഭയം നമുക്കുണ്ട് അല്ലേ? അതാണ് ഒരു പ്രശ്നം. കാരണം അവര് റിയാക്ട് ചെയ്യും, ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യും. ഇത് കേരള പോലെ അല്ലല്ലോ, ഇത് നമ്മുടെ ഇവിടെ. കാരണം നമുക്ക് ഒഫീഷ്യൽസും മജോറിറ്റി ഒക്കെ നമ്മളുടെ കൂടെയൊന്നും അല്ല. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അവര് വിജയിച്ച് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് ശരിയാ. ഒരു വൈദികനെ കണ്ടാൽ മതപരിവർത്തനം എന്നാണ് ഇവിടെ എല്ലാവരും ചിന്തിക്കുന്നത്. അധികാരികളും ഭൂരിപക്ഷ സമൂഹവും BJP അനുകൂലികളാണ്. ഒഡീഷയിലെ പ്രാദേശിക ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും മതപരിവർത്തനം എന്ന പേരിൽ ബജ്രംഗ് ദളിന് അനുകൂലമായാണ് വാർത്തകൾ പ്രചരിപ്പിച്ചത്. ഒഡീഷ സർക്കാർ കേസെടുക്കുമോ എന്ന ഭയവും വൈദികനുണ്ട്. അപ്പൊ ഏതൊരു അച്ഛനെ കണ്ടാലും ഏതൊരു ഇത് കണ്ടാലും അവരുടെ മനസ്സ് പറഞ്ഞ കൺവേർഷൻ എന്നുള്ള ഇതൊക്കെയാണ്. ഒരു FIR കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടാത്ത അലിഗേഷൻസ് ഒക്കെ കൊടുത്ത് അവരും പിന്നെ FIR കൊടുക്കണം. കാരണം നമുക്കിവിടെ അധികം സ്റ്റാൻഡൊന്നും ഇല്ല. മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടും പരാതി നൽകാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയായിരുന്നു ഫാദർ ലിജോ പങ്കുവച്ചത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വേട്ടയുടെ ക്രൂരത തെളിയിക്കുന്നതാണ് ആക്രമണത്തിനിരകളായ വൈദികന്റെ വാക്കുകൾ. കൈരളി ന്യൂസ്, ദില്ലി.